നമസ്കാരം, ഞാൻ രാഹുൽ സേപ്പൻ, ഒരു വന്യജീവി ഫോട്ടോഗ്രാഫറാണ്. കഴിഞ്ഞ പ്രാവശ്യം നെല്ലിയാമ്പതി പോയപ്പം ഒരു കാഴ്ച കണ്ടായിരുന്നു. അതായത് പുഴയിൽ ആരോ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു സിംഹവാലൻ കുരങ്ങ് എടുത്തിട്ട് അത് മരത്തിൻ്റെ മേലേക്ക് കൊണ്ടുവന്നു. ശേഷം അതിനെ മാക്സിമം പല്ല് വെച്ച് കടിച്ചു തുറക്കാൻ നോക്കിയതിന് ശേഷം അതിൻ്റെ ക്യാപ്പ് എടുത്ത് അതിൻ്റെ വായിലേക്ക് ഇട്ട് അപകടകരമായ രീതിയിൽ അതിനെ കഴിക്കാൻ നോക്കുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയതാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി സിംഹവാലൻ കുരങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇത് കേരളത്തിൽ, കർണാടകത്തിൽ, തമിഴ്നാട് ഈ 3 സംസ്ഥാനങ്ങളിലാണ് കൂടുതലായി കാണുന്നത്. അങ്ങനെ മൊത്തം ലോകത്ത് 3500ഓളം മാത്രമേ ബാക്കിയുള്ളൂ. അത് ഉള്ളത് ഭൂരിഭാഗം എന്നല്ല, എല്ലാ സിംഹവാലൻ കുരങ്ങും വെസ്റ്റേൺ ഗൾസിലുള്ളതാണ്. ഈ സിംഹവാലൻ കുരങ്ങിൻ്റെ യഥാർത്ഥ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാരിൽ നിന്ന് മാക്സിമം അകന്നു നിന്ന് പഴങ്ങളും ഇൻസെക്ട്സ് എല്ലാം കഴിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്. പക്ഷേ ഈ കാടുകളിൽ പോകുന്ന വിനോദസഞ്ചാരികൾ ഈ സിംഹവാലൻ കുരങ്ങനെയും വന്യമൃഗങ്ങളെല്ലാം ഫീഡ് ചെയ്യാറുണ്ട്. അവർ ബേക്കറി ഐറ്റംസ്, പഴങ്ങൾ, ബിസ്ക്കറ്റ് എല്ലാം അതിന് കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ സിംഹവാലൻ കുരങ്ങ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോകുമ്പോഴെല്ലാം വണ്ടികളുടെ അടുത്തേക്ക് വരികയും വണ്ടികളുടെ മേലെ കയറുകയും ആളുകളുടെ അടുത്ത് നിന്ന് ആഹാരം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബിഹേവിയർ കാണിക്കുന്നതായി കാണാനിടയായി. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ പുസ്തകങ്ങളിലൊന്നും സിംഹവാലൻ കുരങ്ങ് മനുഷ്യരായി ഇടപഴകുന്നതായിട്ട് കാണിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇങ്ങനൊരു മാറ്റം നമ്മളുടെ അലക്ഷ്യം കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. അത് നമ്മൾ തിരുത്തു തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കാട്ടിൽ കയറുമ്പോഴെല്ലാം അവിടെ നമുക്ക് പഞ്ചായത്ത് സജ്ജീകരിച്ചിട്ടുള്ള ബോട്ടിൽ കളക്ഷൻ ബിന്നുകളുണ്ട്. അതിലേക്ക് ഉപയോഗിച്ച ബോട്ടുകൾ നമുക്ക് എടുത്ത് ഇത് കളയാവുന്നേ ഉള്ളൂ. ഇനി ആഹാര വേസ്റ്റുകളാണെങ്കിലും നമ്മൾ ഒരിക്കലും കാട്ടിലിടരുത്. നമ്മൾ നാട്ടിലെ ഈ വേസ്റ്റുകൾ പുറത്തേക്ക് ഇടുമ്പോൾ തന്നെ ഫൈനുകളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അത് കാട്ടിൽ ഉപേക്ഷിക്കുന്നത് വളരെ അലക്ഷ്യമായ ഒരു സമീപനമാണ്. നാട്ടിലാണെങ്കിലും കാടുകളിലാണെങ്കിലും ഈ ഭക്ഷണ സാധനങ്ങളും വേസ്റ്റുകളും പുറത്തേക്ക് എറിയാതിരിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ധർമ്മമാണ്. അപ്പം നമ്മൾ ഇത് സീരിയസ് ആയി എടുക്കുക തന്നെ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ആരെങ്കിലും വലിച്ചെറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളവർ പറഞ്ഞ് മാറ്റി തന്നെ ചെയ്യണം.